ജനാധിപത്യത്തിന്റെ കാലത്ത് നമുക്ക് സാമൂഹ്യ പരിഷ്കരണം, സാമുദായിക നവോത്ഥാനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് വരിക. ആലോചിച്ച് നോക്കൂ, 2018 ഈ ശബരിമല കോടതി വിധി വന്നത്. അതിന് 2 കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിൽ ഒരു വിധി വന്നല്ലോ. മഹാരാഷ്ട്രയിലെ ശനിദേവന്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് വേണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതിയല്ല, ബോംബെ ഹൈക്കോടതി അത് കൊടുക്കാൻ പറഞ്ഞു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഹാജി അലി ദർഗ. അവിടെ ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി അതും കൊടുക്കാൻ പറഞ്ഞു. അത് രണ്ടും മഹാരാഷ്ട്രയിൽ നടപ്പാക്കി ആരാന്നറിയാം? അന്നത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ്. ആരാ ഫട്നാവിസ്? BJP നേതാവാ. അദ്ദേഹത്തിന്റെ അന്നത്തെ സഖ്യകക്ഷി ആരാ? ശിവസേനയാണ്. ഇവിടുത്തെ വളരെ പിന്തിരിപ്പൻ പാർട്ടികളാണ് നമ്മൾ എല്ലാവരും പറയുന്ന 2 പാർട്ടികൾ. അവരാണ് ബോംബെ ഹൈക്കോടതി വിധി അനുസരിച്ച് സ്ത്രീകളെ ശനിദേവന്റെ ക്ഷേത്രത്തിലും ഹാജി അലി ദർഗയിലും പ്രവേശിപ്പിച്ച്. ഇവിടെ ആരാ? ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദ്യം ഇതിനെ സ്വാഗതം ചെയ്തു, അല്ലേ? അപ്പൊ അതിൽ അവർക്കൊരു തെറ്റുപറ്റിയത് എൻ്റെ അഭിപ്രായം.